വെജ് മസാല കപ്പപ്പുഴുക്ക്. കപ്പയുടെ കൂടെ കുറച്ച് വെജിറ്റബിൾസിൽ ആഡ് ചെയ്ത് ഒരു അടിപൊളി കപ്പപ്പുഴുക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ രണ്ട് വലിയ കപ്പ എടുത്തിട്ടുണ്ട്. അതൊക്കെ തോല് കളഞ്ഞ് ഒന്ന് കഴുകി ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്, ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിപ്പിച്ചെടുക്കണം. അതിനൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളമിട്ട് നമുക്ക് കപ്പ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് വേവിപ്പിച്ചെടുക്കാം. ഇനി മസാല റെഡിയാക്കാൻ ഇതിലേക്ക് ഒരു ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ഒരു സവാള, ഒരു തക്കാളി, 4-5 പച്ചമുളക്, കറിവേപ്പില, പിന്നെ മല്ലിയില, ഇതൊക്കെ ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയ കഷ്ണം ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 5-6 അല്ലി വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ച സവാള, തക്കാളി ഇട്ട് കൊടുക്കാം. പിന്നെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരിഞ്ഞു വെച്ച പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് മല്ലി ഇല ഇട്ട് കൊടുക്കാം. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടിയൊക്കെ വെജിറ്റബിൾസിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്നും കൂടി മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലെ വെള്ളം ഒന്ന് മാറ്റണം. ഇത് നമുക്കതിൽ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കപ്പ നമുക്ക് മസാലയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കപ്പയുടെ എല്ലാ ഭാഗത്തേക്കും വെജിറ്റബിൾസ് എത്തുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ വെജിറ്റബിൾസും കപ്പയൊക്കെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. നമ്മുടെ വെജിറ്റബിൾ കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക. താങ്ക് യു.